പിറ്റേ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പെട്ടെന്നാണ് മുതലാളിയുടെ ഒരു വിളി. ജയ്, നീ ഒന്നിതിൽ വന്നേ. താൻ നോക്കിക്കൊണ്ടിരുന്ന കസ്റ്റമറെ നോക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ച് ജയ് മുതലാളിയുടെ അടുത്തേക്ക്. എന്ത് സർ? ആ, ഒരു ഡെലിവറി ഉണ്ട്, നീ ഇപ്പം തന്നെ പോകണം. സാർ, കസ്റ്റമർ ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പം തന്നെ പോയേ. ദാ, ഇതാണ് ഡെലിവറി ചെയ്യേണ്ടത്. അഡ്രസ്സ് അതിനകത്തുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തിട്ടോ പെട്ടെന്ന്. ആ, ഓക്കെ സാർ. പിന്നീടൊന്നും ആലോചിക്കാതെ ജയ് ഡെലിവറിക്ക് ഇറങ്ങി. പറഞ്ഞ അഡ്രസ്സ് നോക്കി തന്നെയാണ് ജയ് യാത്ര തിരിച്ചത്. കൃത്യം സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഫോൺ കോൾ. അത് മീനുവായിരുന്നു. ഹലോ, എന്തായി? ഏട്ടന്മാർ വിളിക്കുകയോ വല്ലതും ചെയ്തായിരുന്നോ? ഇല്ല, എനിക്കിതുവരെ ആരുടെ ഫോണൊന്നും വന്നില്ല. കാണാനും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. ഇപ്പം നീ എവിടെയാണല്ലേ? ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. ആണോ? ഞാൻ രാത്രി തീരെ ഉറങ്ങിയില്ലായിരുന്നു. പേടിച്ചിട്ട് ഒരാശ്വാസം കിട്ടാതെ ഉറക്കം വരില്ല. ഏട്ടന്മാരെന്താ ചെയ്യാന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷൻ. ഞാൻ നിന്നെ ശരിക്കൊരു കുരുക്കിലാക്കിയോ എന്നൊരു പേടി. നിനക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഇല്ലെന്നേ. ഇതിപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമല്ലേ. എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഏട്ടന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒരു ഐഡിയ ഇല്ല. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? അല്ല, ഒന്ന് റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. വലിയേട്ടനെയാ പേടി. വലിയേട്ടൻ കുറച്ച് പേടിക്കേണ്ട ഒരാളാണ്. പിന്നെ വലിയേട്ടനെ അല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം വലിയേട്ടൻ പറഞ്ഞതാ ഞങ്ങളുടെ ഇവിടെ അവസാന വാക്ക്. വലിയേട്ടൻ്റെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് ആരും ഒന്നും പറയില്ല. വലിയേട്ടനാ ഞങ്ങളെ കുടുംബത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. വലിയേട്ടന് ഇഷ്ടപ്പെട്ട ഓക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ വലിയേട്ടൻ സ്നേഹിച്ച ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന ഒരാളാണ്. ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ വഞ്ചിച്ചാൽ ചങ്ക് പറിച്ചെടുക്കുമായിരിക്കും അല്ലേ? അതല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞേ, ഞാൻ മരണം കാത്ത് തന്നെയാണ് നിൽക്കേണ്ടതെന്ന് അല്ലേ? അങ്ങനെ സംഭവിക്കില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ട പയ്യൻ അത് അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാനും പറ്റുന്നില്ല. അതാ എനിക്കൊരു ടെൻഷൻ. എങ്ങനെ അവരെടുക്കുക, എന്താ അവർ റിയാക്ട് ചെയ്യാം, അതൊക്കെ ഓർത്തിട്ടുള്ള ഒരു ടെൻഷനാണ് എനിക്ക്. എന്തായാലും പറഞ്ഞു കഴിഞ്ഞില്ലേ, നേരിടാനുള്ളൊരു റെഡിയും ആയിരിക്കാം ഞാൻ. കുഴപ്പമില്ല, നോക്കാം. ഇവിടം വരെ പോവോ അവിടം വരെ എത്തട്ടെ, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ശരി, ഇപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഞാനൊരു ഡെലിവറി ഉണ്ടായിരുന്നു, അവിടേക്ക് വന്നതാ. ആണോ? ശരി. നീ എന്താ ഇവിടെ? പെട്ടെന്നാണ് ആ ചോദ്യം. ജയ് തിരിഞ്ഞു നോക്കി. അത് ഇന്ദ്രേട്ടൻ്റെ സൗണ്ടാണല്ലോ. ഒരു മിനിറ്റ്. സർ, സാർ എന്താ ഇവിടെ? ഇന്ദ്രനെ കണ്ടതോടെ ജയ് ചോദിച്ചു. ഇത് എൻ്റെ ഏട്ടൻ്റെ വീടാ. നീ എന്താ ഇവിടെ? അത് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് വന്നതാ. ഞാനിവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണ്. ഓ, അങ്ങനെ. എന്നാൽ ശരി, നീ കൊണ്ടുപോയി കൊടുക്ക്. ഇത് ഏട്ടൻ്റെ വീടായിരുന്നു. ശരി സാർ. ഹലോ. ഹലോ. പറയ്. അത് ഇന്ദ്രേട്ടൻ്റെ സൗണ്ടാണല്ലോ. ഇന്ദ്രേട്ടനോ? ഏത് ഇന്ദ്രേട്ടൻ? ഇപ്പം നീ സംസാരിച്ച ഇന്ദ്രേട്ടനല്ലേ? ഇന്ദ്രൻ? നമ്മുടെ സിനിമയിലെ ഡയറക്ടറുടെ. നമ്മുടെ സിനിമയിലെ ഡയറക്ടർ തൻ്റെ ചേട്ടനാണല്ലേ? അപ്പോൾ ഈ ഡെലിവറി തൻ്റെ ഏട്ടന്മാർ എനിക്കൊരിക്കൽ ട്രാപ്പായിരിക്കുമോ? ഈശ്വര,
റിലാക്സ്, റിലാക്സ്. പേടിക്കണ്ട. ഒന്നും സംഭവിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്. ഫോണ് പോക്കറ്റിലിട്. കട്ട് ചെയ്യണ്ട. അങ്ങനെ എന്തെങ്കിലും നിനക്ക് സംഭവിച്ചാൽ ഞാൻ അപ്പം തന്നെ ഞാൻ സംഭവിച്ചു കഴിഞ്ഞ ശേഷമോ? അല്ല, സംഭവിക്കില്ല. സംഭവിച്ചാൽ ഇല്ല, സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ പേടിക്കണ്ട. ഞാൻ വരാം. നീ അകത്തേക്ക് കയറ്. ഞാൻ ലൈനിലുണ്ടല്ലോ. നീ പേടിക്കാതെ പോ. മീനു ആശ്വാസത്തോടെ ജയ്യെ പറഞ്ഞയച്ചു. ആ വീടിൻ്റെ പടികൾ കയറും തോറും ജയുടെ ഹൃദയം വല്ലാണ്ടിടിക്കുന്നുണ്ടായിരുന്നു. ഇനി എന്താവും സംഭവിക്കുക? മീനുവിൻ്റെ ഏട്ടന്മാർ തന്നോട് എന്തായിരിക്കും പറയുക? അവർ എങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക? താൻ എന്താണ് അവരോട് പറയുക? എവിടെയെങ്കിലും തെറ്റുപറ്റിപ്പോകുമോ? കള്ളങ്ങൾ ആവർത്തിച്ച് പറയാൻ പറ്റുമോ? ജയുടെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നത് പോലെ ജയ്ക്ക് തോന്നി. അകത്തേക്ക് കയറി ജയ്യെ നോക്കി ഒരാൾ. വരൂ, ഇരിക്കൂ എന്നൊരു പറച്ചിൽ. ജയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. സർ, ഞാൻ ഡെലിവറി കൊണ്ടുവന്നതാ. മനസ്സിലായി. ഇരിക്കെ. അല്ല സർ, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമർ ഉണ്ടായിരുന്നു. ഞാൻ പൊയ്ക്കോട്ടെ? ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. അത് കുഴപ്പമില്ല, നീ ഇരിക്കേ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരാൾ. ഇതായിരിക്കും ഒരു പക്ഷെ മീനു പറഞ്ഞ വല്യേട്ടൻ. അപ്പോഴാണ് ആ മുറിയിലേക്ക് മറ്റു 3 ഏട്ടന്മാരും കയറി വന്നത്. ആ ഏട്ടാ, ഏട്ടന് ഇവനറിയാവോ? ആ ആ അറിയാം. നിനക്കെങ്ങനെ അറിയാം? ഏട്ടാ, കഴിഞ്ഞ എൻ്റെ സിനിമയിലേ ഇവനായിരുന്നു നമ്മുടെ മീനുവിൻ്റെ അനിയനായിട്ടുണ്ടായിരുന്നത്. ആ ഓ, അങ്ങനെയൊരു റിലേഷൻ കൂടി ഉണ്ടോ? റിലേഷനോ? അപ്പം നിനക്ക് മീനുവിനെ പരിചയം സിനിമയിൽ വെച്ചാണോ? അതെ. ആ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായി? 1 വർഷത്തോളമായി ഏട്ടാ. എന്തു പറ്റി ഏട്ടാ? ഇന്ദ്രൻ്റെ ചോദ്യം. ഏയ് ഒന്നുമില്ല, ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ 1 വർഷമായി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അല്ലേ? വല്യേട്ടൻ്റെ ചോദ്യം ജയ്യോടായിരുന്നു. അതെ. അതിനുശേഷം പിന്നീട് കണ്ടപ്പോഴാ? ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ജയ് ഒന്നും ചിന്തിക്കാതെ തന്നെ മറുപടി പറഞ്ഞു. മീനു നിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് അപ്പോൾ 1 വർഷമായോ? വല്യേട്ടൻ്റെ അടുത്ത ചോദ്യം. ഏട്ടാ, എന്തൊക്കെയാ പറയണേ? മീൻ ഇതിനെ പ്രപ്പോസ് ചെയ്തെന്നോ? ഇന്ദ്രൻ അല്പം അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, മീനു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇവനാണ് വരൻ, അതായത് നമ്മുടെ അളിയൻ. ഏട്ടാ, ഡാ, എന്തൊക്കെയാടാ ഈ കേൾക്കണത്? ഇന്ദ്രൻ മറ്റൊന്നും പറയുന്നതിന് മുമ്പ് ജയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ പെങ്ങളെ നീ കെട്ടാനോ? അല്ല, ഞാനല്ല, പെങ്ങളാ പറഞ്ഞത്. ജയ് ഒരു വിധത്തിൽ ഇന്ദ്രൻ്റെ കൈ ഊരി. ഇന്ദ്ര, കയ്യാങ്കളി വേണ്ട. സംസാരിക്കാനാണ് നിന്നെ വിളിപ്പിച്ചത്. അവിടെ ഇരിക്കെ. വല്യേട്ടൻ്റെ ഉപദേശം. അല്ലടാ, എന്തൊക്കെയാ ഈ പറയണത്? ഇവനെ നമ്മുടെ പെങ്ങൾ കെട്ടിച്ചു കൊടുക്കാനോ? ഇന്ദ്ര, നിന്നോടല്ലേ പറഞ്ഞേ ഒന്നടങ്ങാൻ. അല്ലടാ, എന്താ ഈ പറയണത്? പറയുന്നതിന് വല്ല ബോധവും ഇവർ കാണിക്കണ്ടേ? മീനുമാണ് പറഞ്ഞത് അവൾക്ക് വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും ഇവനാണ് വരനെന്നും. അപ്പം നമുക്ക് ഇവനോട് സംസാരിക്കാനുള്ളത്, അല്ലാതെ കയ്യാങ്കളിക്കുള്ളതല്ല. ഡാ, സൂപ്പർ മാർക്കറ്റ് അതിലെ ഒരു തൊഴിലാളി മാത്രമായ നീ എന്ത് യോഗ്യതയുടെ പുറത്താ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത്? വല്യേട്ടൻ വേറൊന്നും ചോദിച്ചില്ല. ആദ്യത്തെ ചോദ്യം അതായിരുന്നു. തൻ്റെ യോഗ്യത എന്താണെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ജയ് ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും മീനുവിനെ പോലെ ഒരു പണക്കാരി പെണ്ണിനെ കെട്ടാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല എന്ന് ജയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു.
അതുകൊണ്ട് തന്നെ ജയ് തല താഴ്ത്തി. നിന്നോടാ ചോദിച്ചത്, എൻ്റെ പെങ്ങളെ കെട്ടാനുള്ള എന്ത് യോഗ്യതയാ നിനക്കുള്ളതെന്ന്. അപ്പോഴും ജയ് മൗനം പാലിച്ചു. എടാ, എൻ്റെ യോഗ്യത എന്താണെന്ന്, നിന്റെ യോഗ്യത എന്താണെന്ന് ബാക്കി കൂടി പറ. ഏട്ടനേട്ടൻ്റെ പെങ്ങളോട് ചോദിക്കുന്നതല്ലേ നല്ലത്. ഞാനല്ല പ്രപ്പോസ് ചെയ്തത്, അവളാണ്. മൗനത്തിനു ശേഷം ജയുടെ വാക്കുകൾ അല്പം കടുത്തത് തന്നെയായിരുന്നു. വല്യേട്ടൻ ഒരല്പസമയത്തേക്ക് പിന്നീടൊന്നും സംസാരിച്ചില്ല. ജയുടെ ആ വാക്കുകൾക്ക് മറുത്തൊന്നും പറയാൻ അവിടെ ആർക്കും സാധിക്കാത്ത വിധം ആ വാക്കുകൾ അവരെ തടഞ്ഞതുപോലെ തോന്നി. ശരി. ആ മൗനം വെടിഞ്ഞ് വല്യേട്ടൻ സംസാരിച്ചു. എൻ്റെ പെങ്ങൾ നിന്നെ പ്രപ്പോസ് ചെയ്തു. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. നിനക്കിഷ്ടമാണെന്ന് സമ്മതിച്ചു. ഓക്കെ, അതുവരെ ഇവിടെ കാര്യങ്ങളെത്തി. ഇനിയിപ്പോൾ അതിനെ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല, അത് കഴിഞ്ഞു പോയില്ലേ. പക്ഷേ ഇനിയുള്ള കാര്യം, അത് ഞങ്ങൾ വിചാരിച്ചാൽ തിരുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. നിനക്കതിന് താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഇവിടെ വിളിപ്പിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നോ പറയണേ? നല്ലൊരു ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് നീ ചോദിക്കേണ്ടിയിരുന്നത്. ജയ്യുടെ ആ ചോദ്യം കേട്ട് വല്യേട്ടൻ്റെ മറുപടി അതായിരുന്നു. അപ്പോഴാണ് ജയ്ക്ക് മനസ്സിലായത് താൻ ചോദിച്ചത് ഒരു പൊട്ടത്തരമായിപ്പോയെന്ന്. ഫോണിൽ കൂടെ ഇതൊക്കെ കേട്ടുകൊണ്ട് മീനുവും അത് തന്നെ വിചാരിച്ചു. ഇവനെന്ത് പൊട്ടത്തരാ ചോദിക്കുന്നത്? ഇവൻ ശരിക്കും പേടിച്ചെന്നാ തോന്നുന്നത്. ഏട്ടന്മാരൊന്നും ചെയ്യാതെ തന്നെ ഇവൻ പേടിച്ചു. അപ്പോൾ പിന്നെ ഏട്ടന്മാരെന്തെങ്കിലും ചെയ്താലും ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈശ്വര, ഇവനെ വിശ്വസിച്ചാലാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. എനിക്ക് വയ്യ. ചെയ്യാനൊന്നുമില്ല. ഞാൻ നിനക്ക് നീ ചോദിക്കുന്നത് എന്തും തരാം. അതും വാങ്ങി ഈ നാട് വിടുക, അത്രേ നിനക്ക് ചെയ്യാനുള്ളൂ. എത്ര വേണം നിനക്ക്? അതാണ് എൻ്റെ ചോദ്യം. വല്യേട്ടൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ജയ്ക്ക് തോന്നി. അല്ല, എനിക്ക് മനസ്സിലായില്ല. ജയ് പതുക്കെ പറഞ്ഞു. മനസ്സിലാക്കി തരാം, സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. എത്ര കോടി രൂപ വേണം നിനക്ക് ഈ നാട് വിട്ട് എൻ്റെ പെങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോവാൻ വേണ്ടിയിട്ട്? ഇതാണ് എൻ്റെ ചോദ്യം. ഏട്ടാ, ഇവനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കോടികൾ കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇന്ദ്രൻ, മിണ്ടാതിരിക്കാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ? അവർ 3 പേരും അക്ഷമമായി നിൽക്കുകയായിരുന്നു. വല്യേട്ടൻ്റെ വാക്കുകൾക്ക് മറുത്തൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവർ. 1 കോടി? ജയ് ഒന്നും മിണ്ടിയില്ല. വല്യേട്ടൻ വീണ്ടും എണ്ണിത്തുടങ്ങി. 2 കോടി? അപ്പോഴും ജയ് ഒന്നും മിണ്ടിയില്ല. 3 കോടി? മൗനമല്ലാതെ മറ്റൊന്നും അവിടെ നിൽക്കുന്നില്ലെന്ന് അവിടെയുള്ളവർക്ക് തോന്നി. 4 കോടി? അപ്പോഴും ജയ്ക്ക് മൗനമായിരുന്നു. 5 കോടി? വല്യേട്ടൻ വീണ്ടും കോടികൾ കൂട്ടുകയാണെന്ന് മീനുവിന് തോന്നി. ഏട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇത്രയും കോടി കൊടുത്ത് ഇവനെ ഒഴിവാക്കേണ്ട ആവശ്യം എന്താ? ഇവനുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. ഇത്രയും കോടികൾ കൊടുക്കുമ്പോൾ ഇവനെപ്പോലൊരു സാധാരണക്കാരൻ സിമ്പിളായിട്ട് എന്നെ വിട്ടു പോവും. ഇത്ര ആലോചിക്കണം എന്താ? മീനുവിന് മനസ്സിലായി, താൻ കരുതിയതുപോലെ തൻ്റെ ഏട്ടന്മാർ കയ്യാങ്കളിക്ക് നിന്നില്ല. തല്ലാനും കൊല്ലാനും നിന്നില്ല. മാന്യമായി അവരെ ഒഴിവാക്കുന്നു, കോടികൾ നൽകിയിട്ട്. തൻ്റെ ശ്രമം പാഴായിപ്പോയെന്ന് മീനു തിരിച്ചറിഞ്ഞു. പിന്നീടൊന്നും കേൾക്കാൻ നിൽക്കാതെ, ജയ്യുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ മീനു ഫോൺ കട്ട് ചെയ്തു. 5 കോടി ഇനിയും കൂട്ടണമെന്നാണോ നീ പറയുന്നത്? ജയ് മൗനം വെടിയാത്തത് കണ്ട് ഏട്ടൻ ചോദിച്ചു. ജയ് പറഞ്ഞു, വേണ്ട, കൂട്ടണ്ട. അപ്പോൾ 5 കോടി ഉറപ്പിക്കാം.
ഈ നാട് വിട്ട് നിനക്ക് പോവാൻ ഓക്കെ അല്ലേ? വല്യേട്ടൻ ചോദിച്ചു. ജയ് മനസ്സിൽ പറഞ്ഞു, ഇത്രയും കോടീശ്വരിയാണ് തൻ്റെ പെണ്ണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഈ കോടിക്ക് മുന്നിൽ എന്നെ വിശ്വസിച്ചവളെ ഇട്ടിട്ട് പോകാൻ തനിക്ക് സാധിക്കില്ല. വിശ്വാസവഞ്ചന ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കോടികൾ കണ്ട് കണ്ണു മഞ്ഞളിക്കരുത്. മനസ്സിൽ പറഞ്ഞ ധൈര്യത്തോടെ ജയ് വല്യേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എത്ര കോടി തന്നാലും മീനുവിനെ ഉപേക്ഷിച്ചു പോവാൻ സാധിക്കില്ല. മീനു തന്നെ ഇഷ്ടപ്പെടുന്ന കാലത്തോളം താൻ മീനുവിൻ്റെ കൂടെ ഉണ്ടാവും. വിവാഹം കഴിക്കണമെന്നാണ് മീനുവിൻ്റെ ആഗ്രഹമെങ്കിൽ അതിലും താൻ കൂടെ ഉണ്ടാവും. 100 കോടി രൂപ തന്നാലും അതിൽ നിന്ന് പിന്മാറാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇതായിരുന്നു ജയുടെ വാക്കുകൾ. ഇത് കേട്ട് അല്പം അമ്പരന്നു വല്യേട്ടൻ. 10 കോടിയാണെങ്കിലോ? സർ, ഞാൻ പറഞ്ഞല്ലോ, 100 കോടി തന്നാലും വിട്ടിട്ട് പോകാൻ പറ്റില്ല. 100 കോടിയേക്കാൾ വലുതല്ലല്ലോ സർ 10 കോടി. ജയ് അല്പം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് കോടിയല്ലടാ തരണേ, നിന്നെ ഞാൻ. ഇന്ദ്രൻ വീണ്ടും കയ്യാങ്കളിയിലേക്ക് ഒരുങ്ങി. വല്യേട്ടൻ വീണ്ടും, ഇന്ദ്ര, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ഏട്ടാ, ഇവൻ നീ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അതെ, ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. നിനക്ക് മുന്നിൽ ഞാൻ 2 ഓഫർ കൂടി വയ്ക്കുകയാണ്. ഇതിലേത് വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം. വല്യേട്ടൻ അടുത്ത വാഗ്ദാനം, ഒന്നെങ്കിൽ ഇന്നു മുതൽ നിനക്കൊരു കോടീശ്വരനായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടി വേറൊരു നാട്ടിൽ ജീവിക്കാം. അല്ലെങ്കിൽ മീനുവിൻ്റെ ഭർത്താവ് മാത്രമായിട്ട് ഞങ്ങളുടെ കോടിക്കണക്കിന് സ്വത്തിൽ ഒരു അംശം പോലും കിട്ടാതെ ഇതേ ദരിദ്രവാസി ജീവിതം തുടരേണ്ടി വരും. മീനുവിനെ വിവാഹം കഴിക്കുന്നതോടെ അവളുടെ സ്വത്തുക്കൾ കിട്ടുമെന്ന് മോൻ മോഹിക്കേണ്ട. കിട്ടത്തില്ല. ഒരു തരി പൊന്നു പോലും അവൾക്ക് ഞങ്ങൾ ഇടാനും പോകുന്നില്ല. ഒന്നെങ്കിൽ മീനുവിൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ കോടീശ്വരൻ. നീ തീരുമാനിക്ക്, എന്ത് വേണം നിനക്ക്? എന്നെ വിശ്വസിച്ച പെണ്ണിൻ്റെ ഭർത്താവായാൽ മതി എനിക്ക്, കോടീശ്വരനാവണ്ട. ഒരല്പം പോലും ചിന്തിക്കാതെയായിരുന്നു ജയുടെ മറുപടി. വല്യേട്ടൻ ശരിക്കും നെട്ടി. സർ, വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ? സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് വളരെ പതുക്കെ സംസാരിച്ച് ജയ് അവിടെ നിന്നിറങ്ങി. അവൻ്റെ വാക്കുകളിൽ പോലും വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ടെന്ന് ഏട്ടന് തോന്നി.